പെന്തക്കോസ്താ തിരുനാളിൻ്റെ തലേദിനം, ശനിയാഴ്ച ദിവസം അണക്കര മരീനിലുണ്ടായ വലിയൊരു മിറക്കിൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടായൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ അപ്പനമ്മ, ഒരു കുഞ്ഞ്, 5 വയസ്സോളം പ്രായമുള്ള കുട്ടി. അപ്പം ഇവന് സംഭവിച്ചത്, അവന് ജനിച്ചു കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം തൊട്ട് ഇവന് ഫിറ്റ്സ് രോഗം തുടങ്ങി. ഫിറ്റ്സ് രോഗം, നമുക്കറിയാം, ഫിറ്റ്സ് എപ്പിലെപ്സിയുടെ രോഗം, അതിൻ്റെ കൂടുതലായിട്ട് വലിയ അവസ്ഥയിൽ അവന് വന്നു. അപ്പോൾ അതുമായിട്ട് ഇവനെ ചികിത്സയ്ക്കായിട്ട് പല ഹോസ്പിറ്റലിൽ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയുണ്ട് 4 വയസ്സോളം കാലഘട്ടങ്ങളിൽ ഇവനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ കുട്ടിയുടെ കാര്യം എല്ലാം എന്നോട് പറഞ്ഞു, അച്ഛാ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യും, വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ന്യൂറോയുടെ ഡോക്ടറിനെ ഒന്ന് കാണിച്ചാൽ, അവിടെയും കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അവിടെ പോയിട്ട് അവർ ഏകദേശം ഒരു 15 ദിവസത്തിലധികം ദിവസം അവരവിടെ കുഞ്ഞിനെ അവിടെ കിടത്തി ഒരു ചികിത്സ നടത്തിയപ്പോഴത്തേക്കും ഈ രോഗം വീണ്ടും വഷളായി. ഒരു വ്യത്യാസമില്ല, കൂടിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മരുന്നിനൊന്നും ഈ കുട്ടിയുടെ ഈ ഫിറ്റ്സ് രോഗത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചുമ്മാ ഈ കൊച്ചങ്ങ് വീഴും, വായിക്കോട്ട് ശബ്ദം വീടും, എല്ലാം പ്രശ്നമാണ്. ശരിക്കും അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 4 വർഷം മുമ്പ് അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഇതുപോലെ പെന്തക്കോസ്തായുടെ തിരുനാൾ ആചരിക്കും. പെന്തക്കോസ്താ തിരുനാൾ ഞായറാഴ്ചയാണ്, പക്ഷേ ഞാൻ ശനിയാഴ്ച അവിടെ ഒരു ആചരണം നടത്തി. അങ്ങനെ ഒരു 10,500 പേരോളം അവിടെ ചാപ്പലിൽ ഒന്ന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവരെല്ലാം കൂടെ വന്നപ്പോൾ പെന്തക്കോസ്താ, അപ്പോൾ അന്ന് ഈശോ എന്നെ പറഞ്ഞു, അന്ന് ആരാധനയും പ്രാർത്ഥനയും സ്തുതിപ്പും മാത്രം മതി, അത്യാവശ്യം വചനം മാത്രം കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ അതിന് കുർബാനയൊക്കെ ശരിക്കും പ്രാർത്ഥിച്ചു. അങ്ങനെ 2:30-3 മണിയായപ്പോഴത്തേക്ക് ശുശ്രൂഷയെല്ലാം ഭയങ്കര അനോയിന്റിങ് ആയിരുന്നു. പെന്തക്കോസ്താ പരിശുദ്ധാത്മാവിനെ തന്നെ ഞങ്ങൾ ആരാധിച്ചു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ഇടപെടണം. എനിക്ക് നല്ല വിശ്വാസം, പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന ഒരു അരൂപിയ ദൈവത്തിൻ്റെ ആണ്, പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആൾ. ആ ആളിനെയാണ് ഈശോ നമുക്ക് തന്നത്, നമുക്ക് ഈശോ തന്നതാണ് സഹായകനായിട്ട് തന്നത്. ആ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ആരാധിച്ച് കുർബാന മുഴുവൻ അതിൽ പ്രാർത്ഥിച്ചു. പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറി നിൽക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഓടി വന്ന് എൻ്റെ മുറിലോട്ട് കയറാൻ തുടങ്ങുക. അപ്പോൾ അപ്പം എനിക്ക് സംഭവങ്ങളല്ലേ വന്നപ്പോൾ അപ്പം ഇങ്ങനെ വരുമ്പോൾ അറിയാതെ എൻ്റെ നാവിൽ കാണുമ്പോൾ കൊച്ചിൻ്റെ മോളെ വിഷമിക്കണ്ട, ഞാൻ അറിയാതെ പറയുന്ന ഇങ്ങനെ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, നിൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്താൻ ഈശോ നിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പ്രസ്ലോഷ്, നിൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ ഈശോ നിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഞാനങ്ങ് അറിയാതെ, ഞാനൊരു ചിന്തിച്ചല്ല പറയുന്നത്, ആലോചിച്ചല്ല, വെറുതെ ഇങ്ങനെ പറയും, നീ പൊക്കോളാം. അച്ഛാന്ന് പറയുന്നുണ്ട്. കൊച്ച് ഈ കുഞ്ഞിൻ്റെ അമ്മ എൻ്റെ മുറിയുടെ വാതിക്കൽ നേരെ തിരിച്ച് ഓടുകയാണ്. അപ്പം ഞാൻ എന്തുകൂടെ പറഞ്ഞത് എന്നോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടെ. പ്രസലോഷ് അപ്പം അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ എനിക്കറിയാം, അല്ലാണ്ട് ആലോചിച്ച് ചിന്തിച്ചൊന്നുമല്ല, അങ്ങ് അറിയാണ്ടങ്ങ് പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചുമായിട്ട് ഉടനെ ഇവളങ്ങ് വീട്ടിൽ പോയി. ചെല്ലുമ്പം കാണുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട് എഴുന്നേറ്റിരിക്കുക. വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടനെ അവരെന്നെ വിളിച്ചു, അച്ഛൻ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല, കൊച്ചിന് ഇപ്പം പിറ്റ്സില്ല, കൊച്ചു തലയിറങ്ങി വീഴുന്നില്ല, കൊച്ചിൻ്റെ വായിക്കൂടെ നൊരയും പതയും വരുന്നില്ല, എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഇവർ ആശുപത്രി കൊണ്ടുപോയി. ചെന്നിട്ട് ഇവർ മുഴുവൻ സ്കാനിങ് നടത്തി, അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഡോക്ടർ പറയും, ഇതിനൊക്കെ പഴയ റെക്കോർഡും മുഴുവൻ സംഭവമുണ്ട്, സംശയമുള്ളവരവിടെ വരണം അങ്ങോട്ട്. പ്രസിലോഷ് മുഴുവൻ ഞാൻ കാണിച്ചു തരാം. പ്രസിലോഷ് റെക്കോർഡ് നോക്കുമ്പോൾ ഇങ്ങനെ രോഗം കൊച്ചിന് തലയിലില്ല, ഡിസപ്പിയേർഡ് കംപ്ലീറ്റ്. ഫിറ്റ്സ് രോഗം, നമുക്കറിയാം, ഫിറ്റ്സ് രോഗം മാറിയ ചരിത്രം ലോകത്തില്ല, ഒരു മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല, ഇമ്പോസിബിളാ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറ്റും. ആ പരിശുദ്ധാത്മാവിനെ സ്വന്തം വിശ്വസിച്ചാൽ മതി. അങ്ങനെ ആളെന്ന് വിശ്വസിച്ച് ആരാധിച്ചാൽ മതി. ആ അരൂപിക്ക് ഇതിനെ കെട്ടടിക്കാൻ പറ്റും. ജീവിക്കും ദൈവ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും സഭയിലുണ്ട്, യാതൊരു സംശയമില്ല. അത് വിശ്വസിക്കണം, ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14:1-2-3 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൽ എന്നിൽ എന്താണ് വിശ്വസിക്കാന്ന് വാക്കിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞാൽ ബൈബിൾ അതുണ്ട്. എന്താണ് ഈ വിശ്വാസം? എപ്പോഴും സഭ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് വിശ്വസിക്കണമെന്ന് പറഞ്ഞ് എന്താണ് ഈ വിശ്വാസം? സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് വചനത്തിൽ തന്നെ പറയുന്ന അതേപടി അച്ഛൻ വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം. ഹെബ്രായ ലേഖനം 11:1 മുതലുള്ള വചനം ശ്രദ്ധിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അതായത് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവ് മരിച്ചങ്ങ് മറഞ്ഞു പോയിട്ടില്ല. മരിച്ചിട്ടും അവൻ നമ്മുടെ കൂടെ ഇന്നും അതേപോലെ ജീവിക്കുന്നു. പക്ഷെ ജീവിക്കുന്നത് മണ്ണുകൊണ്ടോ ശരീരം കൊണ്ടല്ല, ആത്മാവിനാലാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അരൂപിയിൽ എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതും പഠിക്കണം. അതായത് 1 കൊറിന്തോസ് 15-ാമത്തെ അധ്യായത്തിൽ 40 മുതലുള്ള വചനം, ശരിക്കും പറഞ്ഞാൽ 35 മുതൽ 41 വചനം ഞാൻ പെട്ടെന്ന് വായിക്കാം. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട വചനം പറയാം, ശ്രദ്ധിച്ചു. നിങ്ങളുടെ വിശ്വാസം കിട്ടിയാലേ നമുക്ക് അഭിഷേകം കിട്ടുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവുമായിട്ട് അല്ല ഈശോയുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും, അതാണ് ഈ ധ്യാനത്തിൽ പഠിക്കാൻ പോവുക. ഈ വചന ദിവസം എങ്ങനെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റും, എങ്ങനെ എനിക്ക് അടുക്കാൻ പറ്റും, എങ്ങനെ അത് കാണാൻ പറ്റും, എങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റും, അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യൻ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റു വല്ല ധാന്യത്തിൻ്റെയോ വെറും ഒരു മണി മാത്രം. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടെ വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതായത് വചനം പറയാണ്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങൾ, അതാണ് ഉത്ഥിതന്റെ ശരീരം. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആ ഉത്ഥിതനെയാണ് ഡമാസ്കസിന്റെ ഗേറ്റിന്റെ അവിടെ വെച്ച് പൗലോസ്ലീഹ കാണുന്നത്. അതാണ് പൗലോസ്ലീഹ 1 കൊറിന്തോസ് 15-ാമത്തെ അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പൗലോസ് പറയും, എനിക്കും അവനെ കണ്ടു, ഈ സ്വർഗീയ ശരീരം കണ്ടു, ഞാൻ ഈശോയെ കണ്ടു. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. 1 യോഹന്നാൻ 1:1 വചനമുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഉത്ഥിതനായ യേശുവിനെ അവർ തൊട്ടു, അവർ കണ്ടു, ഈശോയോട് സംസാരിച്ചു. അത് ചരിത്ര ആ ഈശോ ഇന്നും ഇവിടെ ഉണ്ട്. ഈശോ ഉണ്ട്, ഈശോയുടെ ആത്മാവുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ടെന്ന് കരുതിക്കോളൂ, നിങ്ങളുടെ അടുത്തൊരാളിപ്പുണ്ട്. അതിനേക്കാളും അസ്തിത്വത്തോടെ ഈശോ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഇവിടെ ഉണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈശോ ഉണ്ട് എന്ന്, അത് സത്യമായ കാര്യം, അത് ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് അവതരിപ്പിക്കുന്ന നല്ല സഭ. ഉള്ള കാര്യം, കാണാൻ പറ്റാത്ത സത്യത്തെ പറയണം. കാണാൻ എൻ്റെ കണ്ണുണ്ട്, എൻ്റെ ജഡികമായ കണ്ണുകൊണ്ട്, ലൗകികമായ കണ്ണുകൾ കൊണ്ട് ഇത് കാണാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ അവൻ്റെ സാന്നിധ്യം എൻ്റെ മധ്യത്തിൽ ഇവിടെ ഉണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സഭയുടെ ആദ്യകാല ഗ്രന്ഥങ്ങളൊന്നാണ് ഡിഡാക്കെ. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് എഴുതിയ ഗ്രന്ഥങ്ങളൊന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിഡാക്കെ. അതിൽ പറയുന്നൊരു വചനമുണ്ട്, അതായത് എവിടെയെല്ലാം കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. എവിടെയെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വചനങ്ങൾ, എവിടെയെല്ലാം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചന പ്രഘോഷണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളുണ്ടാകുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അടയാളങ്ങളുണ്ടാകുക, ഒത്തിരി സൗഖ്യങ്ങളുണ്ടാകുക, ഒത്തിരി വിടുതലുണ്ടാകുക. കാരണം ആ കൂട്ടായ്മയിൽ ആര് കടന്നു വരുന്നുണ്ട്? പറഞ്ഞേ യേശു കടന്നു. ഹല്ലേലൂയ. അവിടെ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു, യേശുവിടെ ആത്മാവുണ്ട്. ഇവിടെ ഇത്രയും പേർ, നമ്മൾ ഇത്രയും പേരല്ല ഉള്ളത്, നമ്മുടെ എല്ലാം നടുവിൽ നമ്മുടെ ഈശോ ഉണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 18:19-20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവ് ഇവിടെയുണ്ട്. അപ്പോൾ ആ കർത്താവ് ഇവിടെ, അത് അറിയണം. അത് ഈശോ, അതാണ് ഈശോയുടെ വചനം. അതാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും
വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ അണക്കരയിലുണ്ടായ വലിയൊരു മിറക്കിൾ പറയാൻ ആഗ്രഹിക്കുക. അമേരിക്കയിൽ നിന്നൊരു ഫാമിലി, അപ്പനമ്മ, അവിടുത്തെ മോള്, ഇവരും കുട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. 12 വയസ്സുള്ള പെങ്കൊച്ച്. ഈ കുട്ടിക്ക് 4 വർഷം കഴിഞ്ഞു. ആ കൊച്ചിന് ഈ വിറ്റിലിഗോ പാണ്ഡുരോഗം, വെള്ളപ്പാണ്ഡുരോഗം അറിയാമോ? വെള്ളപ്പാണ്ട് അറിയത്തില്ലേ? ചിലരുടെ മുഖത്ത് വെള്ള നിറത്തിൽ ഇങ്ങനെ ജോയിൻസുകളൊക്കെ ഉണ്ട്, വെള്ളപ്പാണ്ഡുരോഗം. ഈ വെള്ളപ്പാണ്ഡുരോഗം വന്നു. ഈ 12 വയസ്സായ കുഞ്ഞിൻ്റെ പേര് സറായെന്ന്. ആ കുട്ടിക്ക് ഉണ്ടായിട്ട് ആകെ തകർന്നുപോയി. ഈ കൊച്ചിൻ്റെ അമ്മയാണെങ്കിൽ അമേരിക്കയിൽ വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചു, മറ്റു ഡോക്ടേഴ്സിനെല്ലാം കാണിച്ചു. അവരവിടെ കൺക്ലൂഷൻ ചെയ്തു. ഡോക്ടർമാർ, ബുദ്ധിയുള്ള നല്ല കഴിവുള്ള ഡോക്ടർമാർ പറഞ്ഞു, ഇതിന് കൺക്ലൂഷൻ കൊടുത്തു, ഈ വിറ്റിൽ നമുക്കറിയാം പാണ്ഡുരോഗം ഇത് മാറില്ല, ഇത് സാധാരണയുള്ളല്ല, ഇതൊരു പ്രത്യേകതരം രോഗമാണ്, പാണ്ഡുരോഗമാണ്, വിറ്റിലിഗോ എന്ന രോഗമാണ്, അവനവിടെ മാറില്ല, ഇങ്ങനെ സംഭവത്തിന് മാറ്റം ഉണ്ടാകില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആകെ ഇവർ തകർന്നുപോയി, മനസ്സ് വിഷമിച്ചു പോയി. അപ്പോഴാണ് ഇവർ തീരുമാനമെടുത്ത് നമ്മുടെ അണക്കരയിൽ ഇങ്ങനെ അഭിഷേകം, ഒരു വിടുതലിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം ആരോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ഒരു ആഴ്ചത്തെ ലീവ് എടുത്ത് ഇതിനുവേണ്ടി മാത്രമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇവർ ഇവിടെ എത്തി. ഇവർ കുട്ടിയുമായിട്ട് ആദ്യ ശനിയാഴ്ച അവിടുത്തെ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുക്കാനായിട്ട് വന്നു. ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കവേ ശുശ്രൂഷയെല്ലാം കഴിയുന്ന 3 മണിക്കാണ്. അപ്പോൾ ഈശോനോട് പറഞ്ഞിട്ടുണ്ട്, വരുന്ന മുഴുവൻ ആളുകളുടെയും തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് പറയാറുണ്ട്. അപ്പം വരുന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ അപ്പോൾ ഇവരെൻ്റെ ഈ ഒരു ക്യൂവിൽ കയറി വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നതാണ്. ഈ കൊച്ചിൻ്റെ മുഖം ഞാൻ കണ്ട് സങ്കടം എനിക്ക് തോന്നി. ശരിക്കും വെളുത്ത് നിൽക്കുകയാണ്, കണ്ണിന് ചുറ്റും ശരിക്കും കാണാം, തല്ലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ, എങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണാം, വെയിറ്റ് ചെയ്യാം. ഉവ്വ. അപ്പോൾ ഇവർ മുറ്റത്തിറങ്ങി അവിടെ വെറും പച്ച നിലത്ത് അവിടെ പോയി ഇരിക്കുകയാണ് അവർ. അപ്പോൾ ഈ ആളുകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ 3 മണിക്ക് പ്രാർത്ഥന തുടങ്ങിയിട്ട് തീർന്നപ്പോൾ ഏകദേശം ഒരു 7:30 മണിയായി, രാത്രി 7:30 മണിയായി. ശരി, അത്രയും നേരം ആൾക്കാരെ കണ്ട് പ്രാർത്ഥിച്ചു. 7:30 ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ ഈ സഹോദരങ്ങൾ, ഈ അപ്പനും ഈ കൊച്ചുമായിട്ട് ഇങ്ങനെ മുറ്റത്തിരിപ്പുണ്ട്. അവർ അമേരിക്കക്കാരാന്നുള്ള ജാടയില്ല, അവർ ബുദ്ധിമാന്മാരാണ്, ജാടയില്ല. അങ്ങനെ അപ്പോൾ ഇവരവിടെ ഇരിക്കുക. അപ്പം ഞാൻ വിളിച്ചു, വരാൻ പറഞ്ഞു. എൻ്റെ മുറിയിൽ ഇവർ വന്നു. മുറി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഈ കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ. ഈശോ എന്നോട് പറഞ്ഞു, നീ എൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിൻ്റെ തലയിൽ 3 കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. ക്രിസ്തലോഷ്. അങ്ങനെ ഞാൻ ഈ കൊച്ചിൻ്റെ തലയിൽ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമം വിശ്വാസത്തോടെ ഉപയോഗിച്ചാലേ ആ നാമത്തിൻ്റെ പവറുള്ളൂ. പ്രസലോഷ്. വിശ്വാസമുള്ളവൻ ഉപയോഗിക്കുമ്പോൾ ആ നാമത്തിൻ്റെ പവറുണ്ട്. വിശ്വാസമില്ലാത്തവൻ ഉപയോഗിക്കുമ്പോൾ അതിന് പവറില്ല. അസ്തിത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് ഉപയോഗിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഹോളി വാട്ടർ, അന്നമ്മെള്ളം ഞാൻ ഈ കുഞ്ഞിൻ്റെ തലയിൽ തളിച്ചു. അവിടെ തന്നെ കഴിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, പൊക്കോ, കർത്താവ് ഇടപെടും. പ്രസലോഷ്. ശ്രമത്തിൽ പ്രതി ഹല്ലേലൂയ. പൊക്കോ, കർത്താവ് ഇടപെടും. ഓച്ചാ ഇത്രയേ ഉള്ളൂ. ആകെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം, അതൊന്നും എടുത്തിട്ടില്ല. അത്ര ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഞാൻ പോവച്ചാ മതി അച്ഛാ, സന്തോഷം. പ്രിയപ്പെട്ട മക്കളെ, ആ നിമിഷം മുതൽ ഈ കുഞ്ഞിൻ്റെ വെള്ളപ്പാണ്ട് മായാൻ തുടങ്ങി. പ്രസലോഷ്. ആ നിമിഷം മുതൽ മായാൻ തുടങ്ങി. കർത്താവിൻ്റെ മഹത്വം. അവർ അവധി കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെയിൽ ചെയ്തു. ഇപ്പോഴും എൻ്റെ ഇൻബോക്സിൽ സാധനം കിടപ്പുണ്ടത് അതേപടി എഴുതിച്ചു. അച്ഛാ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത്ഭുതം. ഇവിടുന്ന് പോയപ്പോഴേ മാഞ്ഞു തുടങ്ങി. അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖത്തുള്ള ദേഹത്തുള്ള ഈ വെള്ളപ്പാണ്ട് മുഴുവനായിട്ട് എന്നോട് എഴുതിക്കുക, ഒരു പൊട്ട് പോലും ഇപ്പോൾ ഇല്ല. 7 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് മാഞ്ഞു പോയി. അതേ മക്കളെ, ആ ദൈവമുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്. അതറിയണം. അറിയാത്ത മക്കൾ തകർന്നു പോകുകയോ? ഇത് കാലഘട്ടത്തിൽ മദ്യപാനത്തിന് തകർന്നു പോയത് ഈ ദൈവത്തെ കണ്ടുമുട്ടാത്ത മക്കള്. കുടുംബങ്ങളെ അതായത് വിവാഹമോചനങ്ങളിലേക്ക് പോയത് ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാത്ത മക്കള്. യുവാക്കൾ കഞ്ചാവിനും മദ്യത്തിനും പ്രേമത്തിനും അടിമകളായിട്ട് പോയത് ഈ ദൈവത്തെ കണ്ടുമുട്ടാഞ്ഞത് കൊണ്ടല്ലേ? ഈ തമ്പുരാന്റെ സ്നേഹം അറിയാം. അവരെല്ലാവരുടെയും കൺക്ലൂഷൻ എവിടെയാ? സാറായുടെ കൺക്ലൂഷനാണ് അവരുടെ കൺക്ലൂഷൻ. കുട്ടികൾ പഠിച്ച് അവരുടെ ബുദ്ധി പോയി എത്തിയത് സാറാ എത്തിയിടം വരെ എത്തിയിട്ടുള്ളൂ. അല്ലാതെ അബ്രാഹത്തിന്റെ
വിശ്വാസത്തിൻ്റെ തലത്തേക്ക് അവർ വളർന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്തേലും പഠിപ്പിച്ച് ബുദ്ധി കൂട്ടുമ്പോൾ ഓർത്തോണം. പക്ഷേ അത് പറ്റുന്നതാണ്, അവര് ഈ വിശ്വാസത്തിലേക്ക് കയറുന്നില്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിച്ചതെല്ലാം വെറുതെ നഷ്ടക്കളിയാണ്. ഒരുപക്ഷെ കുഞ്ഞുങ്ങള് ദൈവത്തിനെതിരെ പോലും ചിന്തിക്കും. ഈ ലോകത്തിൽ ഏത് സുഖം നമ്മൾ ആസ്വദിച്ചാലും അതെല്ലാം കാലക്രമത്തിൽ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. എവിടെയെല്ലാം വഴിവിട്ട ബന്ധങ്ങളെ മുറുകെ പിടിക്കുന്നു അവിടെ ആദ്യകാല സുഖമാണ്, രണ്ടാമത്തെ ഭാഗമാകുമ്പോൾ അത് ദുഃഖത്തിലേക്ക് നയിക്കും. ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം ദുഃഖമല്ലേ? മദ്യപിക്കുന്നവന് സുഖമാണ്, അതിനേക്കാളും ദുഃഖമല്ലേ? മദ്യപാന സുഖമെന്ന് പറയുന്ന പോലെ തന്നെ കണ്ണുനീരല്ലേ? അതുപോലെ എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് വേദന അനുഭവിക്കും. പണം ഒരു സുഖമാണ്, പക്ഷെ പണം മൂലം ആ കുടുംബത്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. പണമുണ്ടായി എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കുടുംബം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഈ നാളുകൾ നമ്മുടെ കേരളത്തിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്തോന്ന് മുഴുവൻ ഡീറ്റെയിൽ പറയില്ല, പ്രൈസലോഷ്. എന്നാലും ചുരുക്കി മാത്രം പറയുക, ഒരു മനുഷ്യൻ വീട് പണിതു, മനോഹരമായ വീട്. എൻ്റെ 8-10 കോടി രൂപയുടെ വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടവയിൽ വികാരിച്ചതാണ് എന്നോട് പറഞ്ഞു, പ്രൈസലോഷ്. അപ്പോൾ വീട് വെഞ്ചിരിപ്പിൻ്റെ ആ ദിവസം വീടെല്ലാം മനോഹരമായ വീട്, 10 കോടി രൂപയോളം ഒന്നാന്തരം വീട് പണിത് അവസാനം വീട് വെഞ്ചിരിപ്പിന് വേണ്ട ഒരാഴ്ച മുമ്പ് ഒരു സംഭവം ഉണ്ടായി. നല്ലൊരു സംഭവമാണ്. അവിടുത്തെ കുടുംബനാഥ ഒരു പണിക്കാരൻ അവിടെ പണിയാൻ വന്ന ഒരുത്തിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി, പ്രിസലോഷ്. അവൻ്റെ കൂടെ പോയി കല്യാണം കഴിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിത് പറയാൻ പേടിയാണ്, പ്രിസലോഷ്. അതായത് 8-10 കോടി രൂപയുടെ വീട് വെച്ച വെറുതെ. അപ്പോൾ ഇപ്പം ഞാൻ ചരിത്രം ചോദിച്ചു. അവർ അച്ഛാ, ഇവർ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച് 6-7 വർഷത്തോളം പ്രേമിച്ച് നടന്നിട്ട് മാതാപിതാക്കളിൽ നിന്നെല്ലാം വഴക്കുണ്ടാക്കിയാണ് ഇവർ പോയി കല്യാണം കഴിച്ച് ജീവിച്ച. നല്ല ബിസിനസ്സാണ്, ഉള്ള പണമുണ്ട്, ഇഷ്ടം പോലെ പണം കൊണ്ട് ഇദ്ദേഹം എല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു മനോഹരമായൊരു വീട് വെച്ചത്. വീട് വെച്ചിട്ടുണ്ട്. അവസാനം വീട് വെഞ്ചിരിപ്പിൽ തൊട്ട് മുമ്പായിട്ട് സ്വന്തം ഭാര്യ അവിടെ പണിയാൻ വന്ന ഒരുത്തൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി, പ്രസലോഷ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അച്ഛ എന്തുകൊണ്ടാണെന്നറിയാമോ ആ മനുഷ്യൻ പോയതിൻ്റെ കാരണം? അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോനിക്കച്ചൻ പറയാം എന്താണോ ആൾ പോയാൻ കാരണം? ശ്രവണത്തിൽ പ്രതി ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ 100% കാര്യം ഈ പണിക്കാരനായിരിക്കും മിക്കവാറും ഇവളുടെ വിഷമം കേട്ടിട്ടുള്ളത്, പ്രിസലോഷ്. ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വിഷമം, ഈ മനുഷ്യൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ഇതൊന്നും ഈ മനുഷ്യൻ ഭർത്താവ് കേട്ടിട്ടില്ല. ആകെ കേൾക്കാൻ തയ്യാറായത് അവിടെ വന്ന പണിക്കാരൻ. അപ്പം അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, പ്രിസലോഷ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിടയ്ക്ക് അവിടെ പോയിട്ട് ഇവളിത് പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കേട്ട് പിറ്റേ ദിവസം വല്ല പരിപ്പോടെയോ പ്രിസലോ വല്ല സുഖീനോ എല്ലാം കൊണ്ടുപോയി കൊടുത്തു കാണും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ കൊടുത്തിട്ട് നീ വിഷമിക്കേണ്ട എല്ലാം ഞാനും പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു, പ്രിസലോഷ്. അങ്ങനെ ഇവൻ സപ്പോർട്ടൊക്കെ കൊടുത്ത് സ്നേഹിച്ച് അവസാനം അവൻ പറഞ്ഞു. അപ്പോൾ അവസാനം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി, ഈ പണക്കാരൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ല ഈ പാവപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കുന്ന. പ്രിസലോഷ്, ഒന്നുമില്ലല്ലോ, എൻ്റെ വിഷമെങ്കിലും കേൾക്കാൻ തയ്യാറാകുമല്ലോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വലിയ കൊട്ടാരത്തിനകത്ത് വിഷമിച്ച് ജീവിക്കുന്നേക്കാളും ഭേദമായിരിക്കും ഒരുപക്ഷെ ഈ പാവപ്പെട്ടവൻ്റെ കുടിലിൽ പോയി ജീവിക്കുന്നതെന്ന് അവൾ കരുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് മനസമാധാനമായതെന്ന് ചിലപ്പം പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതായത് പണമെന്നത് അത് തകർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. കുടുംബബന്ധം അല്ലെ, ചിലപ്പോൾ ഈ പണത്തെ ചൊല്ലി ചിലപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിൽ തർക്കങ്ങൾ കാണുമായിരിക്കും. ഭർത്താവ് പറയും, നീ ഉണ്ടാക്കിയതല്ല, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമുണ്ട്, ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും, ഞാൻ ഇഷ്ടം പോലെ കുടിക്കും. നീ ആരാ പറയാൻ? കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു അടിമയാണ് ഞാൻ, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മടുത്തു, എന്നെ കേൾക്കാനാലില്ല, ഞാൻ മടുത്തു. പണം അത് കൂടിയാൽ അത് പിശാച, പ്രിസലോഷ്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ബന്ധനമായിട്ട് മാറുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആര് മാത്രം? യേശു ക്രിസ്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ യേശുവിൽ നീ അറിഞ്ഞാൽ, ആ യേശുവിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നിന്റെ എത്ര വലിയ തടസ്സങ്ങൾ മാറ്റാൻ പറ്റും. നിന്റെ കുടുംബത്തെ എത്ര വലിയ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. നീ ചിന്തിച്ചാൽ നടക്കില്ല, നിന്റെ ചിന്തയിൽ നടക്കില്ല, നിനക്കാവില്ല, നിനക്കൊരിക്കലും നടക്കില്ല, നിനക്കതിന് കഴിവുമില്ല, നിനക്കത് ശേഷിയുമില്ല. നീ ആരെ കൂട്ടുപിടിച്ചതും കാര്യമില്ല. അവിടെ നിന്റെ കർത്താവായ ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, ഏകരക്ഷകനായ ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച നമ്മുടെ കർത്താവായ ഈശോ, ആ ഈശോ ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ട്, ഏത് തകർച്ചകൾക്കും ഉത്തരവുണ്ട്, ഏത് വേദനയ്ക്കും ഒരു പരിഹാരം ഈശോ മാത്രം.
ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കൽ. 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 അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ, മൺകുടമുടയും തീകത്തിയിടും ആരാധനയെങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരിൽ മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. അഭിഷേകത്തോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച് വിളിക്കട്ടെ. അഭിഷേകം ജീസസ് ജീസസ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൊടുത്തു, എല്ലാ വിഷമങ്ങളും സമർപ്പിച്ചു, എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥനയും കർത്താവിന്റെ കരം പ്രകടമാകട്ടെ. എല്ലാ യേശുക്ക് വിട്ടുകൊടുത്ത് മൊത്തം കൊടുത്ത്, യേശുക്ക് മുഴുവൻ വിട്ടുകൊടുത്ത്, മുഴുവൻ വിട്ടുകൊടുത്ത്. യേശുവേ, ഇത്രയേറെ വേദനയോടെ മക്കളുണ്ട്. രണ്ട് കരം ഉയർത്തി വിരിച്ചങ്ങ് പിടിച്ചു, എല്ലാം കൊടുത്തേരെ. രണ്ട് കരം ഉയർത്തി വിരിച്ചു പിടിച്ച് എല്ലാ വിഷമം കൊടുത്തേരെ. എന്താണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഈശോ പ്രാർത്ഥിക്കട്ടെ, ഈശോ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന കൊടുക്കട്ടെ. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കരുണ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവനുടെ കരുണയുണ്ടാകണമേ. കരങ്ങളുയർത്തി വിരിച്ചു പിടിച്ച് കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരുണ ഉണ്ടാകണം. ജീവിത പങ്കാളി മക്കളെല്ലാം ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. രോഗികളായ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. രണ്ട് കരം ഉയർത്തി ഈശോയെന്ന് വിളിച്ചോണം. ഈ സമയത്ത് കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. രണ്ട് കരം ഉയർത്തി ഈശോയെന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ.